ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ NGO അസോസിയേഷൻ സായാഹ്ന സദസ്സ് നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള കോടി കുടിശ്ശിക അടുത്ത സർക്കാരിന്റെ ചുമലിൽ കെട്ടിവെച്ച ഉത്തരവിനെതിരെയും ഡാറ്റ ചോർത്തി ജീവനക്കാരെ വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെയും എന്നാരോപിച്ച് NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരായി, അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാർ സമീപനത്തിനെതിരായി സമരങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള സമര പരിപാടികളടക്കം ആശാവർക്കർമാരുടെയും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നേഴ്സുമാർ നടത്തിയ സമരങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുജന മനസാക്ഷിയുടെ വേദന ഏറ്റുവാങ്ങിയ സമരങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കുവാൻ കേവലം 2-3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ ഒരുപക്ഷെ കണ്ടുവരുന്നത്. സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഇത്തരത്തിലുണ്ടായിട്ടെങ്കിൽ കൂടിയും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെ കുറിച്ച് ഏകദേശ രൂപം സർക്കാരിന് ക്രമപ്പെടുത്തിയതിനു ശേഷമാണ് ഉത്തരവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നൽകിയ ഉറപ്പുകളെ സംബന്ധിച്ചും വാഗ്ദാനങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്. ഇപ്പോൾ വീണ്ടും പുതിയൊരു പദ്ധതിയുമായി, അഷ്വേർഡ് പെൻഷൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചതായി കണ്ടു. കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് അശോകൻ കരുവാച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സുരേഷ് പെരിയങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് MV നികേഷ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബ്രിജേഷ് പൈനി, KV സജീഷ് കുമാർ, K ജയകുമാർ, ജില്ലാ ഭാരവാഹികളായ റെനിൽസൺ K തോമസ്, M വിജയകുമാർ, രതീഷ് പെരിയങ്ങാനം, വിനോദ് P രാജൻ, സുബിൻ രാജ്, ശ്രീജ MV, പ്രസീത K, അജിത K എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഷഫീഖ് തൃക്കരിപ്പൂർ സ്വാഗതവും MV രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.